ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ സിമ്പിൾ ലീനിയർ റിഗ്രഷനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആയിരിക്കും ഉള്ളത്. ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എപ്പോഴും ന്യൂമറിക്കലായിരിക്കും. നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനെ പറ്റിയാണ്. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. എ റിഗ്രഷൻ മോഡൽ ദാറ്റ് ഇൻവോൾവ്സ് മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് കോൾഡ് എ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നോ, ഒരു മാനേജർ തൻ്റെ സെയിൽസിൻ്റെ പ്രെഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൺസിഡർ ചെയ്യുന്നതെന്നും. അപ്പോൾ നമ്മളവിടെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൂടാതെ മൂന്നാല് വേറെ ഫാക്ടേഴ്സ് കൂടെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ്, പ്രോഡക്റ്റിൻ്റെ റേറ്റ്, അതിൻ്റെ അവൈലബിലിറ്റി, അങ്ങനെ നമ്മൾ സെയിൽസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൂടാതെ ഇങ്ങനെ മൂന്നാല് വേറെ ഫാക്ടേഴ്സ് കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മളവിടെ സിമ്പിൾ റിഗ്രഷൻ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, പകരം മൾട്ടിപ്പിൾ റിഗ്രഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദ ഇക്വേഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y is related to the independent variable x1, x2, etc., xk and an error term is called the multiple regression model. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ നമുക്ക് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷനിൽ നമുക്കൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കാണും y, പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കാണും. അത് നമ്മൾ x1, x2, etc., xk എന്ന് ഡിനോട്ട് ചെയ്തു. അതുപോലെ തന്നെ നമുക്കൊരു എറർ ടേം കാണും. ആ എറർ ടേമിനെ നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? എപ്സിലോൺ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിൽ എന്താണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. y ഈസ് ഈക്വൽ ടു β0 പ്ലസ് β1 x1 പ്ലസ് β2 x2 പ്ലസ് എക്സെട്ര βk xk പ്ലസ് എപ്സിലോൺ. നമ്മുടെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്തായിരുന്നു? y ഈസ് ഈക്വൽ ടു β0 പ്ലസ് β1 x പ്ലസ് എപ്സിലോൺ എന്നുള്ളതായിരുന്നു നമ്മുടെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ മോഡൽ. ഇവിടെ നമ്മുടെ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ x1, x2, etc., xk എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഓരോന്നിനും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ റിഗ്രഷൻ കോയിഫിഷ്യൻസും ഉണ്ട്. അതിനെ നമ്മൾ β1, β2, etc., βk എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ഇൻ്റർസെപ്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ β0 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം, എപ്പോഴും ഒരു എറർ ഫാക്ടർ പ്രസൻ്റ് ആയിരിക്കും. ആ എറർ ഫാക്ടറെ നമ്മൾ എപ്സിലോൺ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, ദ പാരാമീറ്റേഴ്സ് βj, j equal to 0, 1, 2, 3, etc. k are called regression coefficients. ഇവിടെ നമ്മൾ ഈ β0, β1, β2, etc., βkനെ നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? റിഗ്രഷൻ കോയിഫിഷ്യൻസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ റിഗ്രഷൻ കോയിഫിഷ്യൻസ് ഏതൊക്കെയായിരുന്നു? β0ഉം β1ഉം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിസ് മോഡൽ ഡിസ്ക്രൈബ്സ് എ ഹൈപ്പർ പ്ലെയിൻ ഇൻ ദ k ഡയമെൻഷണൽ സ്പേസ് ഓഫ് ദ റിഗ്രസീവ് വേരിയബിൾ xj. നമുക്കിപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മളൊരു പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു k ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു പ്ലോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദ പാരാമീറ്റർ βj റിപ്രസെൻറ്റ്സ് ദ എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ ദ റെസ്പോൺസ് y പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ xj. നമ്മൾ മറ്റേ കേസിൽ തന്നെ കണ്ടതുപോലെ തന്നെ നമുക്കറിയാം, അവിടെ β1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു യൂണിറ്റ് ചേഞ്ച് എക്സിൽ ഉണ്ടാകുമ്പോൾ വരുന്ന എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ y ആയിരുന്നു. അതുതന്നെയാണ് നമ്മളിവിടെ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിൽ നോക്കുന്നത്. എക്സ് അല്ല xj ഒരു യൂണിറ്റ് മാറുമ്പോൾ വൈയിൽ എത്ര എക്സ്പെക്റ്റഡ് ചേഞ്ച് വരും എന്നതിനെ കാണിക്കാനാണ് നമ്മൾ പാരാമീറ്റർ βj കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വെൻ ഓൾ ഓഫ് ദ റിമൈനിങ് റിഗ്രസർ വേരിയബിൾസ് xi, i നോട്ട് ഈക്വൽ ടു j ആർ ഹെൽഡ് കോൺസ്റ്റൻറ്റ്. അതായത് നമുക്കിപ്പം β1 എന്താണെന്നാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? β1 ഒഴിച്ചുള്ള ബാക്കി എല്ലാ റിഗ്രഷൻ കോയിഫിഷ്യൻസും കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. എന്നിട്ട് ആ ഒരു β1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ് ഏതാ? x1 ആയിരിക്കും. അപ്പോൾ x1ലുള്ള യൂണിറ്റ് ചേഞ്ച് അനുസരിച്ച് വൈയിൽ എത്രമാത്രം എക്സ്പെക്റ്റഡ് ചേഞ്ച് ഉണ്ടാകുന്നു എന്നതിനെ കാണിക്കുന്നതായിരിക്കും β1. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഇതും, ഞാനിപ്പോൾ β1ൻ്റെ കേസ് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെയാണ് നമ്മൾ β2, β3 എല്ലാം കൺസിഡർ ചെയ്യുന്നത്.
ഓരോ റിഗ്രഷൻ കോയിഫിഷ്യൻസും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റിഗ്രഷൻ കോയിഫിഷ്യൻസ് ഒഴിച്ച് മറ്റെല്ലാ റിഗ്രഷൻ കോയിഫിഷ്യൻസിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ആ റിഗ്രഷൻ കോയിഫിഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ വൈയിൽ എത്ര എക്സ്പെക്റ്റഡ് ചേഞ്ച് ഉണ്ടാകുന്നെന്ന് നോക്കും. ഓക്കെ. For this reason, the parameters beta j equal to 1, 2, 3, etc. k are called partial regression coefficients. ഇതുപോലെ നമ്മൾ ഒരു റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് ഒഴിച്ച് മറ്റേതെല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത് കൊണ്ട് നമുക്കിതിനെ പാർഷ്യൽ റിഗ്രഷൻ കോയിഫിഷ്യൻസ് എന്നും പറയാം. മോഡൽസ് ദാറ്റ് ആർ മോർ കോംപ്ലക്സ് ഇൻ സ്ട്രക്ചർ than equation 1 may often still be analyzed by multiple linear regression techniques. നമ്മളിവിടെ y is equal to beta naught plus beta 1 x plus beta 2 x2 etc. beta k x k plus epsilon എന്നുള്ള ഒരു മോഡൽ അല്ലാതെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറിലുള്ള മോഡൽസും നമുക്ക് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ടെക്നിക്സ് വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. For example, consider the cubic polynomial model y is equal to beta naught plus beta 1x plus beta 2x square plus beta 3x cube plus epsilon. നമ്മളിവിടെ ഒരു ക്യൂബിക് മോഡൽ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ മോഡൽ നമുക്കറിയാം ക്യൂബിക് എന്ന് വെച്ചാൽ എക്സ് ക്യൂബ് വരും. അപ്പോൾ അങ്ങനെ എക്സ് ക്യൂബ് വരുന്ന ഒരു മോഡൽ നമ്മൾ കൺസിഡർ ചെയ്തു. ഇഫ് വി ലെറ്റ് x1 equal to x, x2 equal to x square and x3 equal to x cube, then equation 1 can be written as, നമ്മൾ നേരത്തെ കാണിച്ച ക്യൂബിക് മോഡലിൽ നമ്മൾ എക്സിന് പകരം x1 എന്നും എക്സ് സ്ക്വയറിന് പകരം x2 എന്നും എക്സ് ക്യൂബിന് പകരം x3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്കൊരു റിഗ്രഷൻ മോഡൽ കിട്ടും, ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ കിട്ടും. അത് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. y is equal to beta naught plus beta 1 x1 plus beta 2 x2 plus beta 3 x3 plus epsilon. ഇപ്പോൾ ഇവിടെ ക്യൂബിക് ടേം പ്രസൻ്റ് ആണോ? അല്ല. നമ്മൾ ക്യൂബിക് ടേമിന് പകരം ഒരു x3 എന്ന് പറയുന്ന ഒരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ വിത്ത് 3 റിഗ്രസർ വേരിയബിൾസ്. ഇവിടെ നമുക്കൊരു മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലാണ് കിട്ടിയത്. ഇവിടെ എത്ര റിഗ്രസർ വേരിയബിൾസാണ് ഉള്ളത്? 3 എണ്ണം. എന്ത് റിഗ്രസർ വേരിയബിൾസ്? എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെന്നുള്ളതാണ് എത്ര റിഗ്രസർ വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ റിഗ്രസർ വേരിയബിൾ ഏതൊക്കെയാണ്? x1, x2 and x3. Models that include interaction effect may also be analyzed by multiple linear regression methods. നമ്മൾ ഇൻട്രാക്ഷൻ എഫക്റ്റ് കൺസിഡർ ചെയ്യുന്ന മോഡൽസും നമുക്ക് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മെത്തേഡ്സ് വഴി സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇൻട്രാക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഈ എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദാറ്റ് ദ മോഡൽ ഈസ് y is equal to beta naught plus beta 1 x1 plus beta 2 x2 plus beta 1 2 x1 x2 plus epsilon. അതായത് നമ്മൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഇൻഫ്ലുവൻസ് ഒരുമിച്ച് എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാക്ഷൻ ഇഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ലാസ്റ്റ് ടേം കണ്ടോ, ബീറ്റ 1 2 x1 x2. ഇവിടെ x1ഉം x2ഉം കൂടിയുള്ള ജോയിൻറ്റ് ഇഫക്റ്റാണ് എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇൻട്രാക്ഷൻ ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻട്രാക്ഷൻ ഇഫക്റ്റുള്ള മോഡലും റിഗ്രഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു ഇൻട്രാക്ഷൻ ഇഫക്റ്റുള്ള ടേമിന് പകരം നമ്മൾ x3 എന്ന് പറയുന്നുള്ള ഒരു റിഗ്രസർ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇഫ് വി ലെറ്റ് x3 equal to x1 x2 and beta 3 equal to beta 1 2, then the equation becomes y is equal to beta naught plus beta 1 x1 plus beta 2 x2 plus beta 3 x3 plus epsilon. അതായത് നമ്മൾ x1 x2ന് പകരം x3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ബീറ്റ 1 2ന് പകരം ബീറ്റ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് ഒരു റിഗ്രഷൻ മോഡലിൻ്റെ ഇക്വേഷനാണ്, വിച്ച് ഇസ് എ ലീനിയർ റിഗ്രഷൻ മോഡൽ. Notice that although this model is a linear regression model, the shape of the surface that is generated by the model is not linear. അപ്പോൾ നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കൊരു റിഗ്രഷൻ മോഡലിൻ്റെ ഇക്വേഷൻ കിട്ടി. അതൊരു ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ ഇക്വേഷനാണ്. പക്ഷെ നമ്മളിത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലീനിയർ ഷേപ്പ് ആയിരിക്കില്ല കിട്ടുന്നത്. കാരണം എന്താ, നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ലീനിയർ ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ലീനിയർ ഷേപ്പിലായിരിക്കത്തില്ല കിട്ടുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് മോഡൽ ഈസ് എ ലീനിയർ, ഓൾദോ ദിസ് മോഡൽ ഈസ് എ ലീനിയർ മോഡൽ, ദ ഷേപ്പ് ഓഫ് ദ സർഫസ് ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ മോഡൽ ഈസ് നോട്ട് ലീനിയർ. ആ ഒരു മോഡലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കില്ല.
In general, any regression model that is linear in the parameters is a linear regression model regardless of the shape of the surface that it generates. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റും റിഗ്രഷൻ മോഡൽ ലീനിയർ ഇൻ ദ പാരാമീറ്റേഴ്സ്, അതായത് നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പാരാമീറ്റേഴ്സിൽ ലീനിയർ ആണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, റിഗാർഡ്ലെസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സർഫസ് ദാറ്റ് ഇറ്റ് ജനറേറ്റ്സ്. അത് പ്ലോട്ട് ചെയ്യുമ്പം നമുക്ക് ലീനിയർ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു മോഡലിനെ ലീനിയർ റിഗ്രഷൻ മോഡലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Generally, interaction implies that the effect produced by changing one variable, say x1, depends on the level of the other variable x2. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻട്രാക്ഷൻ ഇഫക്റ്റുള്ള രണ്ട് വേരിയബിൾസ് ഒരുമിച്ചുള്ള ഇഫക്റ്റാണ് കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെന്ന് വെക്കുക, x1 എന്ന് പറയുന്നതും x2 എന്ന് പറയുന്നതും. ഇൻട്രാക്ഷൻ ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി ഇഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ചേഞ്ചിങ് വൺ വേരിയബിൾ, സേ x1, ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് ദ അതർ വേരിയബിൾ. അതായത് x1 ചേഞ്ച് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഇഫക്റ്റ് x2ൽ ഉള്ള വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതായത് അവർ രണ്ടുപേരും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ളതിന് നമ്മൾ ഇൻട്രാക്ഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. കൺസിഡർ ദ സെക്കൻഡ് ഓർഡർ മോഡൽ വിത്ത് ഇൻട്രാക്ഷൻ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഓർഡറിലുള്ള മോഡലിനെയാണ് കൺസിഡർ ചെയ്തത്. ഇനി നമുക്കൊരു സെക്കൻഡ് ഓർഡർ മോഡലിൽ ഇൻട്രാക്ഷൻ ഉള്ളത് കൺസിഡർ ചെയ്യാം. y is equal to beta naught plus beta 1 x1 plus beta 2 x2 plus beta 1 x1 square plus beta 2 x2 square plus beta 1 2 x1 x2 plus epsilon. ഇവിടെ നമ്മൾ ഇൻട്രാക്ഷൻ ഇഫക്റ്റ് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ബീറ്റ 1 2 x1 x2 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. If we let x3 equal to x1 square, x4 equal to x2 square, x5 equal to x1 x2, beta 3 equal to beta 1 1, beta 4 equal to beta 2 2, beta 5 is equal to beta 1 2, then the above equation can be written as a multiple linear regression model as follows. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ടേംസിന് പകരം നമ്മൾ മറ്റ് വേരിയബിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഇതിനെ ഒരു മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലായിട്ട് എഴുതുകയാണ്. അത് നമുക്കിപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? y is equal to beta naught plus beta 1 x1 plus beta 2 x2 plus beta 3 x3 plus beta 4 x4 plus beta 5 x5 plus epsilon എന്നുള്ളൊരു മോഡൽ നമുക്ക് കിട്ടി. This indicate that the expected change in y when x1 is changed by 1 unit is a function of both x1 and x2. അപ്പോൾ നമുക്കിവിടെ ഇൻട്രാക്ഷൻ ടേമിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ x1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റഡ് ചേഞ്ച് വൈയിലുണ്ടാകുന്ന ആ ഒരു എക്സ്പെക്റ്റഡ് ചേഞ്ച് x1നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല ഇരിക്കുന്നത്, എന്തിനും കൂടെ ആയിരിക്കും x2നെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതായത് അവർ രണ്ടുപേരും ഇൻ്റർ കണക്റ്റഡ് ആണ്. x1 ചേഞ്ച് ചെയ്യുമ്പോൾ വൈയിലുണ്ടാകുന്ന ചേഞ്ച് x1നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല x2നെയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മളിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് ഇൻട്രാക്ഷൻ ഇഫക്റ്റ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തതേ ഉള്ളൂ. In most real-world problems, the values of the parameter, the regression coefficient beta I, and error variance sigma square will not be known and they must be estimated from sample data. അതായത് നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ റിയൽ വേൾഡ് പ്രോബ്ലംസിൽ നമുക്ക് ഈ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ബീറ്റ ജെനെയും അതുപോലെ തന്നെ എറർ വേരിയൻസ് സിഗ്മ സ്ക്വയറിനെയും ഡേറ്റ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു സാമ്പിൾ ഡേറ്റ എടുത്തിട്ട് അതിൻ്റെ വാല്യൂസ് വെച്ച് നമ്മൾ ഇതിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദ ഫിറ്റഡ് ഇക്വേഷൻ ഓർ മോഡൽ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ പ്രഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ ഒബ്സർവേഷൻ ഓഫ് ദ റെസ്പോൺസ് വേരിയബിൾ വൈ. നമ്മളങ്ങനെ ഫിറ്റ് ചെയ്തെടുത്ത ആ ഒരു റിഗ്രഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു മോഡൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈയുടെ ഫ്യൂച്ചർ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. റിഗ്രഷൻ്റെ മെയിൻ എയിം എന്താ? പ്രെഡിക്ഷനാണ്. അതായത് മറ്റ് വേരിയബിൾസിൻ്റെ ഇൻഫ്ലുവൻസ് വഴി ഈ ഒരു വേരിയബിളിൽ എന്ത് വേണം ചേഞ്ച് വന്നുവെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സാമ്പിൾ ഡേറ്റയുടെ എസ്റ്റിമേറ്റ്സ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ എങ്ങനെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ മെത്തേഡ് കൺസിഡർ ചെയ്യുന്നു എന്ന് നോക്കും. അതുപോലെ തന്നെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ ചെയ്ത എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ കേസിലും ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ ആ ഒരു പോർഷൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വരണം. അതാകുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ ആ ഒരു പോർഷൻസ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്